ഹലോ ഗൈസ്, ഇന്നലെ അടൂരാൻ്റെ ഒരു വീഡിയോ കാണാനിടയായി. ഞാൻ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളിലൂടെ ചേർത്ത് വെക്കാം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളി പറഞ്ഞത് കണക്ക് ഇത് മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടേണ്ട ഒരു സീരിയസ് ഇഷ്യൂ ആണ്. അപ്പോൾ പുള്ളിയുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഞാനൊരു സജഷൻ തന്നാലും നിങ്ങൾ പോയി കാണുമോ ഇല്ലെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ ലിങ്ക് ആരെങ്കിലും ഫസ്റ്റ് കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിരുന്നത് അത് കുറച്ച് ഈസി ആയിരിക്കും ആളുകൾക്ക് കാണാനായിട്ട്. മുൻപ് പിന്നെ അടൂരിൽ നടന്ന ഒരു അനാഥാശ്രമത്തിനോട് ബേസ് ചെയ്തിട്ടുള്ള സർവ്വ സാധനങ്ങളും കൃത്യമായി തെളിവ് ഉൾപ്പെടെ പുറത്തേക്ക് കൊണ്ടുവന്ന വ്യക്തിയാണ് അദ്ദേഹം. അപ്പം അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ ശ്രദ്ധ എടുത്തു എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ക്രെഡിറ്റായിട്ട് തന്നെ അതിനെ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം പല ചൊറി കേസുകളും പലയിടത്തിരുന്നു കൊണ്ടും ഇതിനെ ന്യായീകരിക്കാനും ഇത് ശരിയാണ് എന്ന രീതിയിലൊരു നരേഷൻ കൊണ്ടുവരാനും ഒക്കെ ശ്രമിക്കുന്നിടത്ത് ഇങ്ങനെയുള്ള ജെന്യൂനായി നിൽക്കുന്ന മനുഷ്യർ ഇതിനകത്ത് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് ഒരു ചെറിയ കാര്യമല്ല. അപ്പോൾ ആ വീഡിയോയുടെ പ്രസക്ത ഭാഗങ്ങൾ ഞാനിവിടെ ചേർത്ത് വയ്ക്കാം. പൊതുസമൂഹം കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് രേണു സുധിയുടെ അസുഖം. അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ വളരെ വലിയൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടായിരിക്കുന്നു. ആ വോയിസ് കേട്ടതിന് ശേഷം നമുക്ക് വിഷയത്തിലേക്ക് വരാം. സാഹിർ എന്ന് പറയുന്ന പൊതുപ്രവർത്തകന്റെ വോയിസാണിത്. അദ്ദേഹം ഞാനുമായി നടത്തിയ ഹ്രസ്വമായ ഒരു സംഭാഷണത്തിന്റെ ഒരു ഭാഗമാണ്. നമ്മൾ ഇത്രയും ഈ സ്ഥലങ്ങൾക്ക് ഇറങ്ങിയപ്പോൾ ഒരാൾ കൂടിയില്ലേ, ഒരു കുടുംബത്തിൽ നിന്നായിക്കോട്ടെ, ഒരു പേഷ്യൻസ് ആയിക്കോട്ടെ, ഒരു കീമോ ചെയ്തായിക്കോട്ടെ, സ്റ്റാർട്ടിംഗ് സ്റ്റേജിലുള്ള ആളായിക്കോട്ടെ, ഒരു ശരിയായിട്ടൊന്ന് സംസാരിക്കുന്ന ചെയ്ത് നമ്മൾ കാണുന്നില്ല. എവിടെയോ ഇല്ല, ഒരിടത്തില്ല ഒരു സ്ഥലത്തില്ല, ആകെ ഇരകളുണ്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. സ്കൂളിലേക്ക് പോയി ചെയ്തു. കീമോ ചെയ്യുന്ന ഒരു പേഷ്യന്റിന്റെ തലമുടി പൂർണ്ണമായും പോകും, വിഗ് വെക്കാൻ വേണ്ടി ഒന്നും ഇരിക്കത്തില്ല. 2, കീമോ ചെയ്യുന്ന ഒരാൾ അവരുടെ ദേഹത്ത് പിടിപ്പിക്കുന്ന മെഡിക്കൽ ഉപകരണം വെച്ച് ഇങ്ങനെ അടിച്ച് പാട്ട് പാടാനോ, ഞാൻ വീണ്ടും ഇതാ വരുന്നുണ്ട്, സബ്സ്ക്രിപ്ഷൻ ചാനലുമായിട്ട് പുറത്തു വരാൻ പോകുന്നു, വീണ്ടും വരും, വീണ്ടും കാണാം മോനെ എന്നൊന്നും പറഞ്ഞ് ഈ ക്യാൻസർ പേഷ്യൻസിന്റെ കിടക്കയിൽ ഇരുന്നുകൊണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാനോ അത് അപ്ലോഡ് ചെയ്യാനോ ഒന്നും സാധിക്കില്ല എന്നുള്ളതാണ് ഒരിക്കലെങ്കിലും RCC പോയിട്ടുള്ള ആൾ മനസ്സിലാക്കുന്നത്. എന്നെ കേൾക്കുന്ന പലരും RCCയിൽ പോയിട്ടുള്ളവരോ അല്ലെങ്കിൽ രോഗികളെ കാണാൻ പോയിട്ടുള്ളവരോ കുടുംബത്തിലോ എവിടെയെങ്കിലുമൊക്കെ ക്യാൻസർ പേഷ്യൻസ് ഉണ്ടാവും. ഇത് നിങ്ങൾ താരതമ്യം ചെയ്ത് നോക്കണം എന്ന് മാത്രമേ എനിക്ക് അക്കാര്യത്തിൽ പറയുള്ളൂ. അദ്ദേഹമായിട്ടുള്ള സംഭാഷണം സ്വകാര്യമായ സംഭാഷണത്തിന്റെ ചില ശകലങ്ങളായതുകൊണ്ടാണ് പൂർണ്ണമായും കേൾപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് സാഹിർ കണ്ണൂർ എന്നാണ്. ഇദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ്. ഇദ്ദേഹം ഇപ്പോൾ ഒരു സംശയമായിട്ട് മുമ്പോട്ട് വന്നിരിക്കുന്നു. അദ്ദേഹം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് രേണു സുധിയുടെ രോഗം എന്താണ്, രോഗാവസ്ഥ എന്താണ്, അവർ പറഞ്ഞത് ശരിയാണോ എന്ന് അന്വേഷിക്കണമെന്നും, ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ ഇത് പല രീതിയിലുള്ള കണ്ടന്റാക്കി വെളിയിൽ വിടുകയും അവർക്ക് ഗൾഫിൽ പോയിട്ട് ഷോ നടത്തിയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് വേറെ യൂട്യൂബറായ ലേഡിയുമായി ഉണ്ടായ പ്രശ്നത്തിന് പുറത്ത് അവർ പരാതി അയച്ചുകൊണ്ട് എയർപോർട്ടിലൂടെ നിർബാധം കടന്നു വരാൻ പറ്റാതിരിക്കുകയും അവരെ നല്ലപോലെ കസ്റ്റംസ് ചോദ്യം ചെയ്യുകയും തെളിവെടുക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളത് പുറത്തു വന്നതിന് ശേഷം അവർ ഗൾഫിലേക്ക് പോകാതിരിക്കുകയും. ഈ ഒരു പോർഷൻ എനിക്ക് ഇദ്ദേഹത്തിനോട് ചെറിയ വിയോജിപ്പുണ്ട്. ഒരു ലേഡിയുമായിട്ടുള്ള പ്രോബ്ലത്തിൻ്റെ പേരിലാണ് കസ്റ്റംസിൽ പിടിച്ചു വെച്ചതെന്ന് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അപ്പോൾ അത് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇനിയും മൗനം പാലിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ട് മാത്രം ഞാനൊരു വോയിസ് ഞാൻ ഇതിൻ്റെ കൂടെ പുറത്ത് വിടുന്നുണ്ട്. അതായത് നമ്മളിപ്പം കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡോക്യുമെൻസിൽ കൂടുതൽ കളക്ഷൻ കിട്ടാതിരിക്കാൻ വരെ ചാൻസ് ഉള്ളതാണെങ്കിൽ പോലും അദ്ദേഹം ഇങ്ങനെ തെറ്റിദ്ധരിച്ചതിൽ എനിക്ക് നല്ല ഖേദമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വോയിസ് പുറത്തു വിടുന്നത്. അപ്പോൾ ഈ പറയുന്ന ലേഡി ലക്ഷ്മി പ്രിയ, സജ്ന, ഈ ദിയാസന, ഇങ്ങനെ തുടങ്ങിയ ഈ മൊത്ത കുമ്പലുകൾ ഇൻവോൾവ്ഡ് ആയിരിക്കുന്ന ഒരു സെക്സ് മാഫിയ, സെക്സ് റാക്കറ്റിൻ്റെ ബിഹൈൻഡാണ് ഉള്ളത്. ക്ലിയർ എവിഡൻസ് കളക്ട് ചെയ്ത ശേഷം ഫുൾ ആൻഡ് ഫുള്ള് ഫൈനൽ ഞാൻ പബ്ലിഷ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. ഒത്തിരി വീഡിയോസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ക്ലിയർ എവിഡൻസിൻ്റെ കാരണങ്ങൾ. ഇവർ സ്വർണ്ണക്കടത്ത് സംഘമാണ്, അതേപോലെ സെക്സ് റാക്കറ്റാണ്. സജ്ന അതിൻ്റെ ക്ലിയർ എവിഡൻസ് പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. അവൾ അതിനകത്ത് ഇൻവോൾവ്ഡ് ആയിരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. അവൾ അതിനകത്ത് ട്രാപ്പിഡ് ആയിരുന്നു, അന്ന് കുട്ടീനെ നോക്കാനായിട്ട് വേറെ ഗതിയില്ല, അത് ചെയ്തു എന്നും പറഞ്ഞു. അപ്പോൾ അത് ശരിയാണോ എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. ഒരിക്കലും നമ്മുടെ മക്കളെ വളർത്താൻ ഗതിയില്ല എങ്കിൽ ഇങ്ങനെ പാവാട വെക്കേണ്ട കേസ് ഞാൻ ഒരിക്കലും അംഗീകരിക്കുന്നതല്ല. പക്ഷേ ഒരു വിഭാഗം കുട്ടികൾ അതിനകത്തേക്ക് പോയി ട്രാപ്പാവാൻ ചാൻസ് ഉണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടെ ശ്രദ്ധയോടുകൂടി പെരുമാറേണ്ട ഒരു അനിവാര്യ ഘട്ടമുണ്ട്. അപ്പോൾ ആ ഘട്ടം അവർ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അവരുടെ ഇത് കൗതുകത്തോടു കൂടി കേട്ടത്. സാധാരണ ഇവരുടെ ഒന്നും എക്സ്പ്ലനേഷൻ കേൾക്കാൻ പോലും പോകത്തില്ല. പക്ഷേ അവർ പറഞ്ഞതൊരു വലിയ പോയിൻ്റ് ഉണ്ട്. അതായത് എന്നെ അവർ ബാറിൽ കൊണ്ട് ഇരുത്തുമായിരുന്നു എന്ന് പറഞ്ഞ്, അത് എന്തിനാണെന്ന് നമുക്കറിയാം. ഈ ഇരുത്തൽ ഈ പറയുന്ന രേഷ്മയെയും ഇരുത്തിയിട്ടുണ്ട്. രേഷ്മ അത് വളരെ ക്രെഡിറ്റോടു കൂടി പറയുന്നു. രേഷ്മയ്ക്കൊക്കെ പോയിരിക്കാൻ പറ്റും. ഒരു സെലിബ്രിറ്റിയെ രേഷ്മ പോലും പോയിരിക്കുന്ന സ്ഥലമെന്ന് കേൾക്കുമ്പോൾ ബാക്കിയുള്ളവർ അതിനകത്തൊരു കംഫർട്ട് സോൺ മനസ്സിലാക്കും. കംഫർട്ട് സോൺ എന്ന് മാത്രമല്ല, അവർ വിചാരിക്കും ഇത് കോമൺ അല്ല, ഇറ്റ്സ് ഓക്കെ, നമുക്കും ഇത് പ്രാക്ടിക്കലാക്കാൻ നോ പ്രോബ്ലം എന്നൊരു ചിന്താധാര പൊതുസമൂഹത്തിലെ ബാക്കിയുള്ള ഈ ഒരു ഫീൽഡിലേക്ക് വരുന്ന കൂടുതൽ കുട്ടികളെ അതിലേക്ക് അട്രാക്റ്റ് ചെയ്യും.
ഇപ്പം പല പെൺകുട്ടികളുടെയും പാഷനാണ് സിനിമ അഭിനയം, അതേപോലെ തന്നെ ഈ സീരിയൽ അഭിനയം, ഇതൊക്കെ. ഇപ്പം ഈ അവരെയൊക്കെ കൊണ്ടുപോയി ഈ ട്രാപ്പിൽ പെടുത്തുമ്പോൾ ഉള്ളൊരു പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണെന്ന് ഞാൻ പറയണത് പല കുടുംബങ്ങളെയും ബാധിക്കുന്നൊരു വിഷയമുണ്ട് ഇതിനകത്ത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ വീട്ടിലെ ആണുങ്ങൾ കുറേ അലന്ന ഇത്രയും ഭ്രാന്തുള്ള ആണുങ്ങൾ പോകുന്നത് ഇവരുടെ അടുത്തേക്കാണ്. അത് തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും തെറ്റാണ്. കാരണം ഇതിനൊക്കെ എന്ത് രോഗമാണെന്ന് ആർക്കറിയാം? നമുക്കറിയില്ലല്ലോ ഇവന്മാർ അവിടെ പോയിട്ടാണ് നമ്മളടുത്തും വരുന്നതെന്ന്. ഈ രോഗം നമുക്കും പകരാം. ഇവിടെ എയ്ഡ്സിൻ്റെ സെൻറ്റേഴ്സ് ഉണ്ട്. നിങ്ങൾ അവിടെ പോയി അന്വേഷിച്ചാൽ പൊടിക്കുട്ടി ജനിച്ച് വീണ കുഞ്ഞിന് വരെ ഈ അസുഖം വന്ന ആൾക്കാരുണ്ട്. അത് അവരറിഞ്ഞിട്ടാണോ? അതിൻ്റെ ആ ഭീകരത, ഞാൻ ഒന്നും അല്ല എന്ന് പറയും ഇതിനെ, എയ്ഡ്സിനെ കമ്പാരിസൺ ചെയ്യുമ്പോൾ. ആ എയ്ഡ്സ് രോഗത്തിലേക്ക് പെണ്ണുങ്ങൾ, വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർ, ഇപ്പോൾ ജനിച്ച് വീഴുന്ന കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ബാധിക്കപ്പെടുന്ന ഒരു മാരക രോഗത്തിന് അടിമയാകുന്നതിൻ്റെ കാരണം വഴിവിട്ടുള്ള ആണിൻ്റെയും പെണ്ണിൻ്റെയും സഞ്ചാരങ്ങളാണ്. ഇവർ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞങ്ങളുടെ ശരീരം വയ്ക്കുന്നത് നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾക്ക് വയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നിങ്ങളുമായിട്ട് സഹകരിക്കുന്ന ബാക്കിയുള്ളവർ അത് അറിഞ്ഞിരിക്കണം, നിങ്ങൾ ഇത് ക്യാരി ചെയ്യുന്ന മനുഷ്യരാണെന്ന്. മുറിവുകൾ തമ്മിൽ ടച്ച് ചെയ്താൽ പോലും ഈ അസുഖം പകരും. ക്യാൻസർ പോലെയല്ല എയ്ഡ്സ്, പകരുന്നതാണ്. നമ്മുടെ സന്തത സഹചാരിയായി കൊണ്ടു നടന്നാൽ അത് പകരും. നിങ്ങളതിൻ്റെ ക്ലാസ്സുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഞാനിത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള കാരണം, ദുബായിലുണ്ടായിരുന്ന സമയത്ത് ഒരു പെൺകുട്ടിയിലെ കുറച്ച് പ്രായം ചെന്ന ഒരു സ്ത്രീ ഞങ്ങളുടെ ദീപിക ഞങ്ങളുടെ ആ ഇതിനകത്തേക്ക് വന്നിരുന്നു. അവിടുത്തെ ഓഫീസിൽ വന്നിരുന്നു. അപ്പോൾ ആരും ഇവരെ വീട്ടിൽ നിർത്താൻ തയ്യാറല്ലായിരുന്നു. ഇവർക്ക് എയ്ഡ്സ് ഉണ്ട്, അതാണ് കാരണം. അപ്പം ഞാൻ അന്ന് ഇതിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോയിരുന്നു. ഞാൻ ഇവരെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അന്ന് ഞാൻ ഞെട്ടിപ്പോയി. കാരണം മുറിവുണ്ടെങ്കിൽ ആ മുറിവ്, ഇപ്പം നമ്മൾ നായ്ക്കളെ വളർത്തുന്നതിന് ചില റെസ്ട്രിക്ഷൻ പറയുന്നത് കേട്ടിട്ടില്ലേ? അത് നായ്ക്കൾക്ക് നമ്മൾ നക്കാനും പിടിക്കാനൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ മുഖത്ത് മുഖക്കുരു ഉണ്ടെങ്കിൽ അതിലേക്ക് അതിൻ്റെ സലൈവ പെട്ടാൽ ആ സലൈവ റിയാക്ഷൻ, നമ്മുടെ ബോഡിയുമായിട്ടുള്ള റിയാക്ഷൻ വേറൊരു തലത്തിലായാൽ നമുക്ക് പാരലൈസേഷൻ പോലുള്ള അസുഖങ്ങൾ വരെ വരാൻ സാധ്യതയുണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. ഇതിൻ്റെയൊന്നും മെഡിക്കൽ വശം ടേംസ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അതൊക്കെ എടുത്ത് റെഫർ ചെയ്ത് കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ ഈ സ്ത്രീയെ വീട്ടിൽ നിർത്തുന്നതിനുള്ള ഒരു റെസ്ട്രിക്ഷൻ എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡ് ഒരു കാരണവശാലും പറ്റത്തില്ലെന്ന് പറഞ്ഞു. കാരണം എൻ്റെ മൂത്ത മകനിക്ക് 10 വയസ്സോ 11 വയസ്സേ ഉള്ളൂ ആ സമയത്ത്. അപ്പോൾ ഒരു കാരണവശാലും അതിനെ നിർത്താക്കത്തില്ല. കാരണം അവർ ചോറ് വയ്ക്കുക, കറി വയ്ക്കുക, പിടിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് പകരും എന്നുള്ളൊരിതായിരുന്നു. ഞാൻ റിസ്ക് എടുത്തു എന്നുള്ളതാണ് വാസ്തവം. ഞാനൊരു ഫുള്ള് വീട് എടുത്തിട്ട് അത് റെൻ്റ് ഔട്ട് ചെയ്യുന്നൊരു സ്ത്രീയായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു മുറി ഞാൻ ഇങ്ങനെ വരുന്ന ഇതുപോലെ കഷ്ടപ്പെടുന്ന വാടക കൊടുക്കാനില്ലാത്ത കുറേ പേര് അവിടെ നാട്ടിൽ വരുന്നുണ്ട്. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് ഒരു മുറി ഞാൻ തന്നെ മാറ്റിയിട്ടു. ആ റെൻറ്റ് വേണ്ടാന്ന് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ അവരെ കൊണ്ടുവന്ന് അക്കോമഡേറ്റ് ചെയ്തിരുന്നു. അതിൻ്റെ പെട്ടെന്ന് തന്നെ, അപ്പം എൻ്റെ വീട്ടിലാണ് അവരുള്ളതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ ഓഫീസിലെ എല്ലാവരോടും ചേർന്ന് എഫർട്ട് എടുത്ത് പെട്ടെന്ന് തന്നെ അവർക്ക് ടിക്കറ്റ് എടുത്ത് അവരെ പറഞ്ഞു വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നാട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അവരന്ന് കുറേ എക്സ്പ്ലെയിൻ ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ ഈ ഒരു സെക്സ് മാഫിയക്കെതിരെ എൻ്റെ ഈ യുദ്ധം തുടങ്ങിയത് ഇന്നലെയല്ല, കാലങ്ങളായി ഞാൻ ഇവർക്ക് പെഹേൻ്റാണ്. ഞാൻ അതിൻ്റെ പരിണിത ഫലം ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ മക്കൾ പോലും അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. മകൻ്റെ ട്രാവൽ ബാനിൻ്റെ പിറകിലും ഈ ഇത്തരത്തിലുള്ള ദുഷ്ടശക്തികളാണെന്ന് എനിക്ക് നല്ല ഡൗട്ടും ഉണ്ടായിരുന്നു ഒരു പരിധിവരെ. ഒരിടയ്ക്കൊക്കെ ഞാനത് ഒരുപാട് ക്ലിയർ ചെയ്തു. ഒരു ചെറിയ ഡോക്യുമെൻറ്റിൻ്റെ വേരിയേഷൻ വന്നാൽ പോലും പ്രശ്നം വരുമെന്ന്. ഞാൻ അതൊക്കെ ക്ലിയർ ചെയ്യാൻ അതിനേക്കാൾ മനുഷ്യത്വമുള്ള മനുഷ്യർ എൻ്റെ ഒപ്പം നിൽക്കുന്നത് കൊണ്ട് എനിക്കതൊന്നും ബാധിക്കുന്നില്ല എന്നുള്ളത് വാസ്തവം. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ആ ഒരു പോർഷനിൽ ആ ഒരു വോയിസ് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ചേർത്ത് വയ്ക്കാം. അത് കുറച്ച് ഭാഗം കേട്ട് നോക്കുക. ഞാൻ അവരോട് കൂടുതൽ സംസാരിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് എടുത്ത് പബ്ലിഷ് ചെയ്യാനാണ് കാത്തിരിക്കുന്നത്. ഈ പറയുന്ന ഒരു വ്യക്തിയുടെ വീട്ടിൽ ജോലി ചെയ്ത, അല്ലെങ്കിൽ ആ വോയിസിന് പകരം ഞാനത് പറയാം, അതാണ് അവർക്ക് റിസ്ക് ആവണ്ടല്ലോ. ഒരുപക്ഷെ അവർ ഐഡൻറ്റിഫൈ ചെയ്ത് അലർട്ടാവും. ജോലിക്ക് ഇരിക്കുന്ന സ്ത്രീയാണ്, അവർ പറഞ്ഞതാണ്. ഞാൻ അവിടെ ജോലിക്ക് ചെല്ലുന്ന സമയത്ത് ഇവർ ഫിനാൻഷ്യലി ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ഇവർക്ക് ഇന്ന ജോലിയാണെന്നുള്ള കൃത്യമായിട്ട് അറിയാം. അത് ശരിയാണ്, നമ്മുടെ വീട്ടിലിരിക്കുന്ന വേലക്കാരികൾക്ക് നമ്മുടെ പൾസ് അറിയാൻ പറ്റും. അപ്പോൾ പിന്നീട് നോക്കുമ്പോൾ ഇവർ സ്ഥാപനങ്ങൾക്ക് മേലെ സ്ഥാപനങ്ങൾ ഇടുന്നു. ഒത്തിരി പെണ്ണുങ്ങൾ വീട്ടിലേക്ക് വരുന്നു, നാട്ടിൽ നിന്ന് വരുന്ന പെണ്ണുങ്ങൾ വീട്ടിലേക്ക് വരുന്നു, അവിടെ സ്റ്റേ ചെയ്യുന്നു, ദെൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരെ കാണാതാകുന്നു. ഇങ്ങനെ കുറേ ടേംസ് അവർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ലക്ഷ്മി പ്രിയ റിലേറ്റ് ചെയ്തിട്ടുള്ള ദുബായ് ബേസ് ചെയ്ത ആ ഒരു ഹോട്ടലിൻ്റെ ഇത് വന്നപ്പം അവരെന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ഇതെനിക്ക് കൃത്യമായിട്ട് അറിയാം, ഞാൻ മാപ്പുസാക്ഷിയാവാൻ തയ്യാറാണ്, സോളിഡ് എവിഡൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ നിന്നിരുന്ന സ്ഥലത്ത്, അതായത് ഇപ്പോൾ ഞാൻ ഹസൻ ഇബ്രാഹിം അലി അൽ ബലൂജി എന്ന് പറയുന്ന
ഒരു പട്ടാളക്കാരൻ്റെ വീട്ടിലാണ് ഞാൻ റെൻറ്റിനെടുത്തിട്ടുണ്ടായിരുന്നത്. 22 വർഷത്തെ എൻ്റെ പരിചയമാണ് അദ്ദേഹത്തിൻ്റെ 10-16 മക്കളുണ്ട്, 4 ഭാര്യമാരിൽ. ഇവരിൽ 8ഓളം പേര് CIDയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ആ കോണ്ടാക്ട്സ് ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ ഒരു വൾഗർ ടീമുകളെ കൂടോടെ പൊക്കണമെന്ന അത്യധികമായ ഒരു ആഗ്രഹത്തിലാണ് ഞാനുള്ളത്. തുറന്ന് തന്നെ പറയുന്നതാണ്. അവർ വിജിലൻ്റ് ആയാലും എനിക്കൊന്നുമില്ല. കാരണം ഓൾമോസ്റ്റ് 90% ഞാൻ ആ ഉദ്യമത്തിൽ വിജയിച്ച് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഇത് പലരും പറയുന്നത് പോലെ രേഷ്മ എന്ന പെണ്ണിന് എനിക്കുമുള്ള പേഴ്സണൽ ഗ്രഡ്ജ് എന്ന രീതിയിൽ നരേറ്റ് ചെയ്യാതിരിക്കുക. അത് അടൂരൻ സാർ പ്ലീസ് ശ്രദ്ധിക്കുക. ഒരിക്കലും അവരുമായിട്ടുള്ള പേഴ്സണൽ ഗ്രഡ്ജ് അല്ല അതിൻ്റെ ബിഹൈൻഡ്. ചെറിയ പെൺകുട്ടികളെ അതിനകത്ത് കൊണ്ടാക്കുന്നുണ്ട്. സിനിമാ മോഹവും ഫാഷൻ മോഹവും ഒക്കെ ആയിട്ട് ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന പെൺകുട്ടികൾ അതിനകത്ത് കൊണ്ടാക്കും. ആ കുട്ടികൾ മനസ്സറിയാതെ ഇതിനകത്ത് പോയി വീഴും. തെറ്റ് ചെയ്തു അല്ലെങ്കിൽ തെറ്റിൽ വീണു, അതിൽ കിടക്കുകയല്ലാതെ സടകുടൻ എഴുന്നേറ്റ് അവർ മറ്റൊരു ജീവിതത്തിലേക്ക് വരുമ്പോൾ അവർ ക്യാരി ചെയ്തുകൊണ്ട് വരുന്ന ഒരു വലിയ അസുഖമായിരിക്കും. അത് വലിയൊരു കൊറോണയേക്കാൾ ഭീകരമായൊരു സാധനമാണ്. നമ്മൾ അറിയിക്കുക പോലുമില്ല, അതിങ്ങനെ പരവിക്കൊണ്ടിരിക്കും. ജനിച്ച് വീഴുന്ന കുഞ്ഞിലേക്ക് വരെ നമുക്കത് പകർന്നു കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിന് മെഡിസിനും ഇല്ല ഇതുവരെയും. എൻ്റെ അറിവിൽ ഇതുവരെ ഇല്ല. പലരും അതിൻ്റെ ടേംസ് നീട്ടിക്കിട്ടാനുള്ള മെഡിസിനാണ് കഴിക്കുന്നത്. ക്യാൻസർ പോലും നമുക്ക് ക്യൂർ ചെയ്യാം. എയ്ഡ്സ് ക്യൂർ ചെയ്യുക ഇമ്പോസിബിളാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എന്തോ വേർഷൻ ഉണ്ടെന്നൊക്കെ പറയണമെങ്കിലും ഇറ്റ്സ് ക്യൂറബിൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ. എനിക്ക് അതിനെപ്പറ്റി വലിയ ട്രസ്റ്റ് ഇല്ല. അപ്പോൾ ഈ ഒരു വൃത്തികെട്ട അസുഖം പരത്തുന്ന ഒരു രീതി നമ്മളുടെ ജീവിത സാഹചര്യമാണെങ്കിൽ ആ ജീവിത സാഹചര്യം മാറ്റിക്കഴിഞ്ഞാൽ നല്ലൊരു നാളെ ഉണ്ടാകത്തില്ല. ഇപ്പം ബൈബിളിലും ഖുർആനിലും പറയുന്നത് ലൂത്ത് നബിയുടെ ലൂത്ത എന്ന് പറയുന്നത് ബൈബിളും ലൂത്ത് നബി എന്ന് പറയുന്നത് ഖുർആനിലും പറയുന്നുണ്ട്. അതിനകത്ത് മെയിനായിട്ട് ആ വിഭാഗക്കാരെ ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടെന്നറിയാമോ? അവർ 3-4 ലിംഗക്കാരാണ്. നമ്മുടെ ഗവൺമെൻറ് സംവിധാനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. അറബ് രാജ്യങ്ങളിൽ പോലും അവരെ ഇഗ്നോർ ചെയ്യണം. ഇപ്പോൾ അത് വലിയ സീരിയസ് ആക്കുന്നില്ല. കാരണം അത് ജനറ്റിക്കൽ ഡിസോർഡർ ആണ് എന്നുള്ള രീതിയിലാണ് അവർ കൺസേൺ ചെയ്യുന്നത്. അത് ജനിതകമായിട്ട് അല്ലെങ്കിൽ ഹോർമോൺ ഇൻബാലൻസ് കൊണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണത്. അത് മനസ്സിലായി. പക്ഷേ അതിൽ കൂടെ അവരെ വീട്ടിൽ അക്സെപ്റ്റ് ചെയ്യാതെ പുറന്തള്ളപ്പെടുമ്പോൾ അവർ കാണിക്കുന്ന വൾഗാരിറ്റി, ആ വൾഗാരിറ്റി പ്രകൃതി വിരുദ്ധമാണ്. നമ്മളൊരിക്കലും പ്രകൃതിക്ക് ഉതകിയതെന്ന് പറയത്തില്ലല്ലോ. പ്രകൃതി വിരുദ്ധങ്ങളാണ്. ഈ പ്രകൃതി വിരുദ്ധങ്ങളിൽ കൂടെയും ഈ അസുഖങ്ങൾ പകരും. അതുകൊണ്ടുകൂടെയാണ് ഖുർആനിലും ബൈബിളിലുമൊക്കെ ഈ പറയുന്ന വിഭാഗക്കാരെ എതിർക്കപ്പെടണമെന്ന് പറയുന്നത്. കാരണം അവർ പരത്തുന്നത്, സമൂഹത്തിൽ കൊടുക്കുന്ന മെസ്സേജ് റോങ് ആണ്. ഇപ്പോൾ ആദില നൂറ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? 2 പെണ്ണുങ്ങൾ തമ്മിൽ കെട്ടിപ്പിടിക്കുന്നു, ചുംബിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നക്കൽ മുത്തൽ. ഇത് പ്രകൃതി അക്സെപ്റ്റ് ചെയ്യുന്ന സാധനമാണെന്നാണ് പറയുന്നത്. പ്രകൃതി വിരുദ്ധമെന്നല്ലേ നമ്മൾ പറയുന്നത്. എന്തുകൊണ്ടാണ്? അപ്പോൾ ഇത് പലരും പറയും പഴമ മനസ്സിലുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മളെന്തോ സാംസ്കാരികമായിട്ടുള്ള, അതൊന്നുമല്ല. അതല്ല. ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത് ഒരു വൾഗാരിറ്റിയാണ്. ആ വൾഗാരിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ സമൂഹത്തിൽ ജീവിക്കാൻ അവർക്ക് മാത്രമല്ല നമുക്കും അവകാശമുണ്ട്. നമ്മൾ അവർക്ക് വേണ്ടി സപ്പോർട്ട് പറഞ്ഞ മനുഷ്യർ അവരിൽ നിന്ന് രക്ഷ നേടാൻ പറയുന്ന ഒരു ലെവലിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ സീ ദ ഡിഫറൻസ്. അപ്പം അടൂര സാർ അതൊന്ന് തിരുത്തണം എന്നുള്ളത് എൻ്റെ ഒരു റിക്വസ്റ്റാണ്. എനിക്ക് അവരോട് പേഴ്സണൽ ഗ്രഡ്ജില്ല. എൻ്റെ അറിവിൽ ഞാൻ മനസ്സിലാക്കി എന്നോട് വന്ന് പറഞ്ഞ ഒത്തിരി പേര് ഈ ഒരു വിഷയത്തിൽ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. റിഫ മെഹനു എന്ന് പറയുന്ന പെൺകുട്ടി വധിക്കപ്പെട്ടതിൻ്റെ പിന്നിലും ഇത് തന്നെയാണ് കാരണം. അവൾക്ക് ചെയ്യാൻ പറ്റാത്ത, അവളുടെ തലമുറയ്ക്ക് പോലും ബാധിക്കപ്പെടുന്ന ഒരു വിഷയത്തിൽ നിന്ന് അവൾ മാറിയുന്നു. അതിൻ്റെ ലിങ്ക് എടുത്താൽ ഖാദർ കരിപ്പൊടിയാണ് ഫസ്റ്റ് നിൽക്കുക. നിങ്ങളൊക്കെ വിശ്വസിക്കുന്ന, നിങ്ങളൊക്കെ സ്നേഹിക്കുന്ന അതും നിങ്ങൾ വേണമെങ്കിൽ പേഴ്സണൽ ഗ്രഡ്ജ് എന്ന് പറയും. ഞാൻ അതിലേക്ക് എത്തുമെന്നുള്ള ഭയമാണ്. ഒന്നുമല്ലാതെ അതും വെറും 20-30 കേസ് അബ്ബുള്ള ഒരു സാധാരണ ചാനലായ എന്നെ ഒതുക്കാൻ അവർ ഇത്രയും പേര് ഒന്നിച്ച് നിന്നത്. കൊണേശനെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു കൊണേശൻ അതിനകത്ത് ഇല്ലയെന്ന്. പക്ഷെ കൊണേശൻ്റെ ലിങ്ക് കിട്ടിയാൽ കൊണേശ് വിചാരിച്ചുകൊള്ളൂ. പിന്നെ കൊണേശിനെതിരെയുള്ള ഒരു വീഡിയോ പോലും, ഒരു ദിവസത്തിൽ ഒരു വീഡിയോ വെച്ച് ഞാൻ കൊണേശിനെതിരെ തെളിവുകൾ വെച്ച് പറയും. ഇതുവരെയും കൊണേശ് ഒരു പൊട്ടനാണെന്നും കൊണേശിനെ ഇതിനകത്ത് കൊണ്ടിട്ടതാണെന്നുമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ അല്ല എന്നുള്ളൊരു ഒരു എവിഡൻസ് ഇതുവരെ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. സായിക്കെതിരെ അങ്ങനെ ഒരു എവിഡൻസ് എനിക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. സായി ഇതിനകത്തൊക്കെ ഉണ്ടെന്നറിയാം, പക്ഷേ മണ്ടനായിട്ടാണ് അതിനകത്തുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കൃത്യമായി ഇതിനകത്ത് അവൻ്റെ കരങ്ങളുള്ളതായിട്ട് എനിക്ക് അങ്ങനെ ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അല്ല അവൻ്റെത്. മാത്രമല്ല നന്മയുള്ള ഒരുത്തനാണ്, അതല്ല എന്ന് പറയുന്നത്. കൊണേശൻ എന്നൊക്കെ ഞാൻ പറയുമെങ്കിൽ നല്ലൊരു ചെക്കനാണ്. പക്ഷേ അവൻ അറിയാതെ ഈ ഒരു ലൂപ്പിൽ അവനുണ്ട്. ആ ലൂപ്പിൽ നിന്ന് പുറത്ത് ചാടാനുള്ള അവസരം അവനുണ്ട്. അവനത് ചെയ്യണമെന്നാണ് എൻ്റെ റിക്വസ്റ്റാണ്. അപ്പം ഞാൻ ബാക്കി കൂടെ കേൾക്കാം.
അതുപോലെ തന്നെ ഈ രോഗം വെച്ച് പണം പിരിക്കുകയാണോ എന്നൊരു പൊതുസമൂഹത്തിന് ധാരണ ഉണ്ടാകുന്നു. ആ ധാരണയ്ക്ക് കാരണം അവരുടെ ഭർത്താവിന്റെ ആദ്യത്തെ മകൻ കിച്ചു എന്ന് പറയുന്ന പയ്യനുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം സോഷ്യൽ മീഡിയ വരികയും അതിലൂടെ കൂടുതൽ റീച്ച് കിട്ടി പണം ഉണ്ടാക്കാനും സെലിബ്രിറ്റികളെ അങ്ങോട്ട് വിളിച്ചിട്ട് എനിക്കൊന്ന് കാണണമെന്ന് പറയാനും അവരങ്ങോട്ട് ചെന്നിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നതും പണം കൊടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള വാർത്തകളും പുറത്തു വരുന്ന സാഹചര്യത്തിലാണ് പൊതുപ്രവർത്തനായ സാഹിർ കണ്ണൂർ എന്ന് പറയുന്ന ആൾ ബഹുമാനപ്പെട്ട ജുഡീഷ്യൽ ചെയർപേഴ്സൺ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ മുൻപാകെ ഈ പരാതി സമർപ്പിക്കുന്നത് പറഞ്ഞു തുടങ്ങിയാണ്. ക്യാൻസർ രോഗം ബാധിച്ചു എന്ന് അവകാശപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായി ഇടപെടുന്ന രേണു സുധി എന്ന വ്യക്തിയുടെ പ്രവർത്തനങ്ങളിൽ എനിക്ക് അനുഭവപ്പെടുന്ന ചില ഗുരുതരമായ സംശയങ്ങൾ പങ്കുവെക്കുന്നതിനാണ് ഈ അപേക്ഷ. ഒരു സാമൂഹ്യ പ്രവർത്തന നിലയിൽ RCC അമൃത ഹോസ്പിറ്റൽ, CMC വെല്ലൂർ തുടങ്ങിയ പ്രമുഖ ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ നിരന്തരം സന്ദർശനം നടത്തുന്ന വ്യക്തിയാണ് ഞാൻ. ക്യാൻസർ രോഗികൾ ചികിത്സാ ഘട്ടങ്ങളിൽ ശാരീരികവും മാനസികമായി അനുഭവിക്കുന്ന കഠിനമായ വേദന, കീമോതെറാപ്പി പോലുള്ള ശാരീരിക അവശതകൾ എന്നിവ നേരിൽ കണ്ടിട്ടുള്ള വ്യക്തി എന്നുള്ള ആളാണ് ഞാൻ. എന്നാൽ പ്രസ്തുത വ്യക്തിയുടെ വീഡിയോകളിൽ കാണുന്ന പെരുമാറ്റ രീതികൾ ഇത്തരം ചികിത്സകൾക്ക് വിധേയമാകുന്ന രോഗികളുമായി ഒത്തുപോകുന്നില്ല. എന്ന് വെച്ചാൽ ഒരിക്കലും ഒരു ക്യാൻസർ രോഗിക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. മനുഷ്യാവകാശ കമ്മീഷനെ ഇടപെടും. കാരണം രോഗം വെച്ച് മറ്റൊരു രോഗമുള്ള ധാരാളം ആൾക്കാരെ അവരെല്ലാം കബളിപ്പിക്കപ്പെടുന്നവരാണ് സമൂഹത്തെ തോന്നിപ്പിക്കുന്ന രീതിയിൽ സെലിബ്രിറ്റിയാണെന്ന് സ്വയം അഹങ്കരിച്ചുകൊണ്ട് ഒരു സ്ത്രീ കാണിക്കുന്ന കുടിലതയാണോ ഉടായ്പാണോ ഇതെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സംശയം. ആ സംശയം ന്യായമാണ്. ഈ സംശയം ഇവരെ ശ്രദ്ധിക്കുകയും ഇവരുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങൾ കാണുമ്പോഴും തോന്നിയിട്ടുണ്ട്. ആ സമയത്താണ് ഇതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോഴാണ് അവർ നമ്മൾ ഈ കമ്മലൊക്കെ അടിച്ച് ഇങ്ങനെ പാട്ട് പാടുന്ന പോലെ കയ്യിലിട്ടിരിക്കുന്ന മെഡിക്കൽ ഉപകരണം കീമോതെറാപ്പിയുമായി ബന്ധപ്പെട്ട് ഹൃദയവുമായി ഡയറക്റ്റ് ബന്ധം വരുന്ന വെയിലിട്ടിരിക്കുന്ന ഉപകരണത്തെ അടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇരുന്ന് കണ്ടത്. എന്നിട്ട് മാത്രമല്ല സബ്സ്ക്രിപ്ഷനിൽ ഞാൻ ആക്റ്റീവായി ഉടൻ വരുന്നു മകനെ എന്ന് പറഞ്ഞ് മോനെ എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പം സ്വാഭാവികമായിട്ട് എല്ലാവർക്കും സംശയം തോന്നാം. ഇതിനേറെ നിങ്ങൾക്കറിയാം, ക്യാൻസർ എന്ന് പറയുന്ന ലോകത്ത് ആർക്കും വരരുതേ എന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു രോഗമാണ്. അത്രമാത്രം ബുദ്ധിമുട്ട് ശാരീരികവും മാനസികമായി ഉണ്ടാക്കിയെടുക്കുന്ന രോഗമുള്ള ഒരാളിന് എത്ര ധൈര്യമുണ്ടെങ്കിലും എത്ര വിൽപ്പവർ ഉണ്ടെങ്കിലും ഇങ്ങനെയൊന്നും ആകാൻ പറ്റില്ല എന്നാണ് അതുമായി ബന്ധപ്പെട്ട് നിന്നിട്ടുള്ളവരും കണ്ടിട്ടുള്ളവരും മനസ്സിലാക്കുന്നത്. കൂടാതെ ഇങ്ങനെയൊന്നും വളരെ സ്മാർട്ടായിട്ട് ഒരാൾക്കും സംസാരിക്കാൻ പറ്റില്ല. അതെല്ലാം ഉപരി അങ്ങനെയുള്ള രോഗികൾ അവരെ പരിചരിക്കുന്ന ഹോസ്പിറ്റലിനുള്ളിൽ നിന്ന് ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്ത് പുറത്തുവിടാൻ സാധിക്കില്ല എന്നുള്ളതും അതുമായി അടുത്ത് അറിയാവുന്നവർക്ക് എല്ലാം തന്നെ അറിയാം. അദ്ദേഹമാണെങ്കിൽ കേരളത്തിലെ ഒട്ടുമിക്ക ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങളിലൂടെയും വെല്ലൂരിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോകുന്ന ഒരു മനുഷ്യാവകാശ പ്രവർത്തകനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇത്രയൊക്കെ കണ്ടപ്പോൾ തന്നെ ഈ വിഷയത്തിൽ സംശയം തോന്നിയതിന്റെ പുറത്താണ് പരാതിയുമായി പോയിട്ടുള്ളത്. നാളെ അദ്ദേഹത്തിന് നേരെ പൊങ്കാലിയിട്ടോ അദ്ദേഹത്തെ വലിച്ചു കയറാൻ ശ്രമിച്ചിട്ടോ കാര്യമില്ല. അങ്ങനെ ഒരു പൗരന് സംശയം തോന്നിയാൽ ആ സംശയം ദൂരീകരിക്കപ്പെടേണ്ടത് തന്നെയാണ്. അത് സർക്കാർ ഉദ്യോഗസ്ഥന്റെ ആയാലും സാധാരണ പൗരന്റെ ആയാലും ഇങ്ങനെ പൊതുജനത്തിന്റെ പണം അടിച്ചു മാറ്റാനോ അല്ലെങ്കിൽ തന്റെ ചാനലിന് ഹൈപ്പ് കിട്ടാനോ അമ്മയും മകനും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് പുറത്തത് അവർ തമ്മിലുള്ള ദേഷ്യവും വൈരാഗ്യമൊക്കെ പുറമേ കാണിക്കുകയും ഉള്ളിൽ നമ്മളിത് സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രിപ്ഷൻ ചാർജിൽ പൈസ ഇടുകയൊക്കെ ചെയ്തതിനു ശേഷം അവരുടെ വരുമാനം വർദ്ധിക്കുന്നതിൽ അവരോർത്ത് സന്തോഷിക്കുകയാണ്. നമ്മളെയൊക്കെ പറ്റിച്ചല്ലോ എന്നുള്ള ആ പറ്റിയത് പാടില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു നടപടിയായി മുമ്പോട്ട് പോയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രവർത്തനം ശ്ലാഘനീയമാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ മനുഷ്യാവകാശ ദംശനങ്ങൾക്കെതിരെ ദീർഘകാലമായി കണ്ണൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം. നവീൻ ബാബുവിന്റെ മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വളരെ സജീവമായി പ്രവർത്തിച്ച ഒരാളാണ് സാഹിർ കണ്ണൂർ. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ സജീവമായി മുമ്പോട്ട് പോകട്ടെ. രേണു സുധി പറയുന്നത് കള്ളമാണെങ്കിൽ അവരെ പൊതുസമൂഹം ഒറ്റപ്പെടുത്തട്ടെ. അതല്ല അവർ പറയുന്നത് സത്യമാണെങ്കിൽ ക്യാൻസറിനെ അതിജീവിച്ചു എന്ന ഒരു യുവ താരമായിട്ടോ അല്ലെങ്കിൽ സെലിബ്രിറ്റി ആയിട്ടോ അതോ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ചാനൽ നടത്തുന്ന യൂട്യൂബറായിട്ടോ നിങ്ങൾക്ക് അവരെ സ്വീകരിക്കാം. പോയിന്റാണ് ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നത്. ആ സ്ത്രീക്ക് അസുഖം വന്നപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തതിൻ്റെ റീസൺ എനിക്ക് അവരോടുള്ള പേഴ്സണൽ ഗ്രഡ്ജ് അല്ല, അതല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനും കൂടിയിട്ടാണ്. വീണ്ടും അവർ ആ ഒരു ഈവിൾ കൂട്ടായ്മയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, അതിലേക്ക് അവൾ തിരിച്ചിറങ്ങുന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് ഞങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ്. കാരണം മെസ്സേജ് റോങ് ആണ്. ഇതൊക്കെ ഭയങ്കര സാധൂകരിക്കുന്ന രീതിയിലുള്ള മെസ്സേജുകൾ ഇട്ടാൽ അതിനെതിരെ ശക്തമായി പ്രതികരിക്കും. അതാണ് നമ്മുടെ ഡ്യൂട്ടി. ഇനി അതിൻ്റെ പേരിൽ നമ്മളൊക്കെ മോശപ്പെടുക, നമ്മുടെ കുടുംബത്തിനെ ആക്രമിക്കുക, നമ്മളെ വളരെ വൾഗറായിട്ടൊക്കെ പറയുക ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ വന്ന് ഞങ്ങളോടല്ല മറുപടി പറയാൻ പറയേണ്ടത്. നിങ്ങൾ പൊതുസമൂഹമാണ് മറുപടി കൊടുക്കേണ്ടത്. ഇത്തരത്തിലിരുന്നു കൊണ്ട് ആഭാസ വർത്തമാനം പറയുന്നവന്മാരുടെ അഡ്രസ്സ് കണ്ടെത്തി തരിക. നേരിട്ട് പോയി മറുപടി കൊടുക്കാൻ ഞാൻ വില്ലിങ്ങാണ്. അടിച്ച് പൊട്ടിക്കുന്ന നാട്ടുകാരും കൂടെ ചേർന്നു. നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് ഈ അബ്യൂസുകൾക്ക്, പെണ്ണുങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതിനെതിരെ ചകിതരായി എന്ത് ചെയ്യണമെന്നറിയാതെ ഇപ്പോൾ അൻസിബയൊക്കെ കമൻ്റ് ഇട്ടിരിക്കുന്ന കണ്ടിട്ടില്ലേ? ചകിതരായി നിൽക്കണം. നമുക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. നമ്മൾ എങ്ങനെ ഇതിനെ റെസിസ്റ്റ് ചെയ്യണമെന്ന് നമുക്കറിയത്തില്ല. കേസുകൾ കൊടുത്തിട്ടുണ്ട്. പോലീസ് സംവിധാനം നിഷ്ക്രിയമായതുകൊണ്ടാണ് ഇതുപോലൊരു തോന്നിവാസം പറയുക. അപ്പോൾ എന്ത് ചെയ്യണം? നിയമ സംവിധാനങ്ങൾ നിഷ്ക്രിയത്വം പാലിക്കുമ്പോൾ ജനം ഇടപെടണം, ജനങ്ങൾ ഇടപെടണം. ഞാൻ പണ്ടൊക്കെ ഏറ്റവും വിശ്വസിക്കുന്ന ഓട്ടോ ചേട്ടന്മാരാണ്. അവരോട് കാര്യം പറഞ്ഞാൽ മതി. പോലീസിൻ്റെ അടുത്ത് പറയുന്നതിനേക്കാൾ ബെസ്റ്റ് തിങ് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഓട്ടോ സ്റ്റാൻഡിലുള്ള ചേട്ടന്മാരുടെ അടുത്ത് പോയി പറഞ്ഞാൽ ചേട്ടാ ഇതുപോലത്തെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് തവണ എൻ്റെ പോലീസ് അവരാണ്. അവർ കൈകാര്യം ചെയ്തു തരും, അവർ കൊണ്ട് എത്തിച്ചു തരും, അടിച്ച് പൊട്ടിച്ചും തരും. മേൽക്കൊണ്ട് നമ്മുടെ നേർക്ക് നോക്കാൻ പോലും അവർക്ക് തൻ്റെ ഇടം ഉണ്ടാകത്തില്ല. ഞാൻ ഇപ്പോഴും ഇത് തന്നെയാണ് പറയുന്നത്. ഇത്തരത്തിൽ മോശമായിട്ടിരുന്ന വീഡിയോ ചെയ്യുന്നവന്മാരെ കണ്ടെത്തി നിങ്ങൾ ഞങ്ങൾക്കൊന്ന് പറഞ്ഞതാ, ബാക്കി ഞങ്ങൾ ഏറ്റിട്ടുണ്ട്. അതൊരു വലിയ വൻ സത്യമാണ്. അപ്പം ഇതുപോലെ മോശപ്പെട്ട് നടക്കുന്ന സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നരാധപന്മാർക്കെതിരെ നിൽക്കുക എന്ന് നമ്മൾ മാത്രം നിന്നാൽ പോരാ. നമ്മൾ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഡോക്യുമെൻറ്റ്സും എവിഡൻസും കളക്ട് ചെയ്യാൻ ഒക്കത്തില്ല. അവരുടെ ഉദ്ദേശവും ലക്ഷ്യവും അതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളാണ് അതിന് സപ്പോർട്ട് ചെയ്ത് തരേണ്ടത്. പൊതുസമൂഹത്തിനോടാണ് ഞാൻ ആ റിക്വസ്റ്റ് ചോദിക്കുന്നത്. വളരെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ കടമെടുത്ത് ഇതിവിടെ ചെയ്യുന്നത് കൂടുതൽ അദ്ദേഹം കൃത്യമായി അത് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ
രാഹുൽ ദാസും രേഷ്മയും തമ്മിലുള്ള അന്തർധാരയെ പറ്റി പറയുന്നുണ്ട്. അതൊരു പക്ഷേ അദ്ദേഹത്തിന് പേഴ്സണലി അവരെ അറിയാത്തത് കൊണ്ടായിരിക്കാം. എനിക്കും അതിനെപ്പറ്റി കൂടുതൽ ക്ലാരിറ്റി ഇല്ല കേട്ടോ. അപ്പം രാഹുൽ ഇനി അങ്ങനെ ഒരു റിലേഷൻ അവരുമായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ സംസാരിച്ചിടത്ത് ആ കുട്ടി ഒരു വിക്ടിമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇപ്പം നമ്മുടെ വീടുകളിൽ മെയിനായിട്ട് ഇപ്പം ഞാൻ പറയുന്നല്ലോ, എനിക്ക് ഇത്രയും പ്രായമുണ്ട്, പക്ഷേ എൻ്റെ അമ്മയുടെ മുമ്പിൽ പോയാൽ ഒരു രക്ഷയില്ല. കാരണം 2 അമ്മമാരുണ്ട്, 2 പേരും പവർഫുൾ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് പവർഫുള്ളാണ്. അവർ പറയണതാണ് കാര്യം. എനിക്കവിടെ ഒരു വോയിസും ഇല്ല. പക്ഷേ എൻ്റെ വീട്ടിൽ നേരെ തിരിച്ചാണ്. എൻ്റെ മക്കളാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ ഗൈഡ് ചെയ്യണേ. അവർക്കറിയുന്ന അത്രയും ഇതൊന്നും എനിക്കറിയില്ല. അപ്പം ആ ഡിഫറൻസ് ഞാൻ പറയുന്നതാണ്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ രാഹുലിൻ്റെ വിഷയത്തിൽ അങ്ങനെ ഒരു പവർഫുള്ളായിട്ടുള്ളൊരു മകനല്ല അവൻ അവിടെ ഒരു വോയിസ് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. സോ അതിനകത്ത് ചെറിയ ഇതുണ്ടെങ്കിലും ബാക്കിയൊക്കെ അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായി യോജിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും ഇനിഷ്യേറ്റീവ് എടുത്ത് ഇതിൻ്റെ പിന്നിലുള്ളത് എന്താണെന്ന് തിരക്കണം. ഇത് 1 man ഷോ ആക്കി മാറ്റാതിരിക്കുക. ഞാനിത് നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ഇവൾക്കെതിരെ വീഡിയോ ഇട്ട ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ബിഷപ്പ് ഇറങ്ങി നിന്നത്. മീൻസ് അയാളെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഇവക്കെതിരെ വീഡിയോ ഇടാനുള്ള ഡോക്യുമെൻറ്റ്സ് കൊണ്ടു കൊടുക്കുകയും അയാൾ ബിഷപ്പിനെ കാണാനായിട്ട് അവിടേക്ക് വരികയും ചെയ്ത വിവരം പറഞ്ഞാണ് രേഷ്മ തെറ്റിയത് ബിഷപ്പിനോട്. അപ്പം ബിഷപ്പിനോട് രേഷ്മ തെറ്റാനുള്ള കാരണമാണ് ഞാൻ പറഞ്ഞത്. ആ വ്യക്തി സേഫായിട്ട് അവിടെയുണ്ട്. നമ്മൾ പോയപ്പോഴും അദ്ദേഹം ഇൻവൈറ്റ് ചെയ്യുന്നു. എന്നാൽ തൊട്ടപ്പുറത്ത് കിടക്കുന്ന രേഷ്മയുമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല. അപ്പം മുഴുക്ക അവർക്ക് കിട്ടുന്ന ഹൈപ്പിൽ അസൂയ പൂണ്ട ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് അന്നും ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ പട്ടിക്കാടെന്ന് പരാമർശിച്ചു എന്ന്. അതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. അതിനപ്പുറം ഒരു കമേഴ്ഷ്യൽ പ്ലോട്ടല്ല, ഒരു കമേഴ്ഷ്യൽ ഏരിയ അല്ല. അപ്പോൾ അതിന് നമ്മുടെയൊക്കെ നാട്ടിൽ പട്ടിക്കാടെന്ന് പറയുക. അപ്പോൾ അത് അങ്ങനെ തന്നെയാണ്. ഇപ്പം എൻ്റെ നാടിനെയും അങ്ങനെ തന്നെയാണ് ഞാനും പറയാറ്. ഗ്രാമാന്തരീക്ഷമുള്ള ഒരു സ്ഥലമാണ്, അതായത് വില്ലേജാണ്. പട്ടിക്കാടല്ല, വില്ലേജ്. പിന്നെ റെസിഡൻഷ്യൽ പ്ലോട്ടാണ്. ഇത് കമേഴ്ഷ്യൽ അല്ല. കമേഴ്ഷ്യൽ അല്ലെന്ന് പറയുന്നത് കണക്ക് നിങ്ങൾക്ക് കൂറ്റൻ ബിൽഡിങ്ങുകൾ കാണാനൊക്കത്തില്ല. ആൻഡ് ഭയങ്കരമായിട്ടുള്ള സൂപ്പർ മാർക്കറ്റ് അങ്ങനെയുള്ളതൊന്നുമില്ല. ഒരു ലോക്കൽ അത്രയേ ഉള്ളൂ. പക്ഷെ അത് ഒരു റെസിഡൻഷ്യൽ പ്ലോട്ടാണ്. ജീവിക്കാൻ സുഖമുള്ള സ്ഥലമാണ്. എനിക്കങ്ങനെ തോന്നി. കാം ആൻഡ് ക്വയറ്റ് പ്ലേസ്. 2.5 ഏക്കറിനകത്ത് ആൾ കൂടുമ്പം അതിനനുസരിച്ചിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് വരുമായിരിക്കാം. ബട്ട് ഇപ്പോൾ കുറേ പ്രോപ്പർട്ടി ചുറ്റുമുള്ള ഒരു പട്ടിക്കാട് ഏരിയ തന്നെയാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് അതുകൊണ്ടാണ് അത് പറഞ്ഞത്. മനസ്സിലാവുമെന്ന് വിചാരിക്കും. നന്ദി.